തലയുടെ വില അറിയണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അഖിലേന്ത്യാ പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ KSRTC ഡ്രൈവർ ഹെൽമറ്റ് ധരിച്ചാണ് വാഹനം നിരത്തിലിറക്കിയത്. പത്തനംതിട്ടയിൽ നിന്നും കൊല്ലത്തേക്ക് പോയ KSRTC ഡ്രൈവർ ഷിബു തോമസ് ആണ് ഹെൽമറ്റ് വെച്ച് ബസ് ഓടിച്ചത്. എനിക്ക് എന്റെ കുടുംബത്തെ നോക്കണമെന്നും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കുടുംബം നോക്കാൻ ആരുമില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. കാരണം നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണ്ടേ. ആരൊക്കെ എന്തൊക്കെ ഉണ്ടെങ്കിലും ഏത് ജോലിയായാലും നമുക്ക് നമ്മുടെ സേഫ്റ്റിയാണ്. ഇപ്പം ഏത് ജോലിക്കും സേഫ്റ്റി ബെൽറ്റ് ഉണ്ട്, ഇലക്ട്രിസിറ്റി ബോർഡിനായിട്ട് ഏതൊരു കാര്യത്തിനും സേഫ്റ്റിയാണല്ലോ വരുന്നത്. അപ്പൊ ഞാൻ നമ്മുടെ സേഫ്റ്റി നോക്കി. കാരണം ഒരു ഗ്ലാസ് ഗ്ലാസിന്റെ പൊട്ടി ഒരു കഷ്ണം നമ്മുടെ കണ്ണിൽ കൊണ്ടാൽ കണ്ണിനാണ് പ്രശ്നം, തലയ്ക്കെല്ലാം കൊണ്ടാലാണ് അതിനൊക്കെ പ്രശ്നം. അപ്പൊ എന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്റെ വീട്ടിലെ ആൾക്കാർ. വേറെ വരുമാനമില്ല, നമുക്ക് ഇങ്ങോട്ടുള്ള വരുമാനമാണ്. അപ്പൊ ഞാൻ എന്റെ സേഫ്റ്റിക്ക് ഹെൽമെറ്റ് വെച്ചു. നാളെ സംസ്ഥാന വ്യാപകമായി SFI പഠിപ്പ് മുടക്ക് നടത്തുകയാണ്. വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തിൽ പ്രതിഷേധിച്ചാണ് SFI പഠിപ്പ് മുടക്കുന്നത്. കേന്ദ്ര നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ യൂണിയനുകളുടെ അഖിലേന്ത്യാ പണിമുടക്ക് നടക്കുകയാണ്. സംസ്ഥാനത്തെ ജനങ്ങൾ പണിമുടക്കിൽപ്പെട്ട് വലഞ്ഞിരിക്കുകയാണ്. KSRTCയും പ്രൈവറ്റ് ബസ്സുകളും സർവീസ് നടത്താത്തതിനാൽ യാത്രക്കാർ വളരെയധികം ബുദ്ധിമുട്ടിലായി. സംസ്ഥാനത്തെ കടകമ്പോളങ്ങൾ അടഞ്ഞു തന്നെ കിടക്കുന്നു. പലയിടങ്ങളിലും സർവീസുകൾ നടത്താൻ നോക്കിയെങ്കിലും സമരാനുകൂലികൾ അതെല്ലാം തന്നെ തടഞ്ഞു. ബാങ്കുകളുടെയും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം ഭാഗികമായി തടസ്സപ്പെട്ടു. രാജ്യമൊട്ടാകെയുള്ള 10 പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളാണ് സംയുക്തമായി ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. കേരളത്തിൽ ഈ പണിമുടക്ക് വളരെ ശക്തമായി തന്നെ നടക്കുകയാണ്. ഇന്ന് രാത്രി 12 മണി വരെയാണ് ഈ പണിമുടക്ക് ഉള്ളത്. ബാംഗ്ലൂർ, ഡൽഹി, മുംബൈ എന്നീ പ്രധാന നഗരങ്ങളിൽ ഈ പണിമുടക്ക് കാര്യമായി ബാധിച്ചിട്ടില്ല. കൊൽക്കത്ത, ബീഹാർ എന്നിവിടങ്ങളിൽ ഭാഗികമായ പ്രതികരണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നേരത്തെ മെയ് 10 പ്രഖ്യാപിച്ചിരുന്ന ഈ പണിമുടക്കാണ് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ജൂലൈ 9 മാറ്റിവെച്ചത്.